പറഞ്ഞത് ഓർമ്മയാണോ? 8 മണിക്കാണ് മുഹൂർത്തം. വീഡിയോക്കാർക്ക് വേണ്ടി മുഹൂർത്തം മാറ്റി വെക്കാനാവില്ല. ഓക്കെ, ഞങ്ങൾ വരാം സർ. ഹായ് പപ്പൻ. ഹായ്. ഹലോ. ശരീന, ഇത് ഞാനാ. എന്താ ഈ പാതിരേക്ക്? എന്താ വിളിച്ചൂടെ? അല്ല, ഈ സമയത്ത് ഫോൺ വിളി പതിവില്ലാത്തോണ്ട് ചോദിച്ചാ. എന്താ വിളിച്ചേ? വെറുതെ. കളിക്കാതെ കാര്യം പറ. നീ ഉറങ്ങാൻ തുടങ്ങിയോ? പിന്നെ നേരെ എത്രയെന്നറിയാവോ? എന്തിനാ വിളിച്ചെന്ന് പറയൂ. വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. എങ്കിൽ ഞാൻ വിളി കേൾക്കുകയും ചെയ്തു. ഗുഡ് നൈറ്റ്. ശരീന, ഒരു മിനിറ്റ്. വെക്കലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഈ പാതിരേക്ക് ഇത്ര കാര്യമായിട്ട് പറയാൻ? എനിക്ക് തനിച്ചിരുന്നിട്ട് എന്തൊക്കെയോ തോന്നുന്നു. ഒരാഴ്ച കൂടി ആ തോന്നൽ എങ്ങനെ കൊണ്ടു നടന്നേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഒന്നും വേണ്ട, അവിടെ കിടന്ന് ഉറങ്ങിയാ മതി. ഗുഡ് നൈറ്റ്. ഹലോ. ശരീന, ഗുഡ് നൈറ്റ്. ഹലോ. ശരീന, പപ്പൻ തന്നെയാ. എന്താ ഇത്? ഇപ്പോഴാണോ തമാശ കളിക്കുന്നത്? ഞാൻ ഉറങ്ങി വരികയായിരുന്നു. അങ്കിൾ ഉറങ്ങിയോ? ഉറങ്ങിക്കാണും. വിളിക്കണോ? വേണ്ട. ഞാൻ അങ്ങോട്ട് വരിക. എനിക്കെന്തോ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നു. എന്ത് സ്വപ്നം കണ്ടാലും ഈ പാതിരേക്ക് എന്റെ പപ്പൻ ഇങ്ങോട്ട് വരണ്ട. ശരീന, ഞാൻ പറയുന്നത് കേക്ക്. പപ്പൻ ഇപ്പൊ വന്നാലും ഞാൻ വാതിലൂർ തരില്ല. പുറത്ത് നിൽക്കേണ്ടി വരും വെളുക്കുന്നത് വരെ. ഞാൻ തമാശ പറയുന്നല്ല. എനിക്കെന്തോ വല്ലാത്ത പോലെ. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. പ്രേമം മൂത്തുള്ള വട്ടാണ് പപ്പന്. നോക്ക്, വലിയ ഡിമാൻഡൊന്നും കാണിക്കണ്ട. വേണ്ടി വന്ന കല്യാണ ദിവസം വരെയും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയും. സത്യം? 100 വട്ടം സത്യം. അല്ല, വഴിയിൽ വെച്ചിനെ കാണുന്ന പോലെ കണ്ടാലോ? വഴിയിൽ വെച്ച് പോലും കാണില്ല. ബെറ്റ്. കല്യാണം വരെയുള്ള ഒരാഴ്ച പപ്പൻ പിന്നെ എവിടെ കഴിയും? അതെന്തിനാ നീ അറിയുന്നേ? അജ്ഞാതവാസത്തിലാവുമെന്ന് കരുതിക്കോ. പക്ഷെ കല്യാണ പന്തലിൽ മുഹൂർത്ത സമയത്ത് പപ്പനെത്തും. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടാൽ എന്റെ പേര് പപ്പനെന്നല്ല. ഓക്കെ? അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് ചെല്ലാം.